അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ കുടുംബാംഗങ്ങൾക്ക് സന്തോഷമുള്ള ഒരു നിമിഷമാണിത്. നമ്മൾ ഇന്ന് 14ാമത്തെ മൊഡ്യൂൾ ആരംഭം കുറിക്കുകയാണ്. 14ാമത്തെ മൊഡ്യൂളിന്റെ ആരംഭ നിമിഷങ്ങളിലാണ് നിങ്ങൾ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. കുറച്ചധികം വർഷം പിന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ സീറോയിൽ നിന്ന് ഒരു സംവിധാനം ഉയർന്നു വരുന്നതിന്റെ മനോഹര കാഴ്ച, ഗർഭിണിയായ ഭാര്യയിൽ നിന്ന് പ്രസവിച്ച് കുഞ്ഞിനെ കൈത്തണ്ടയിൽ കിട്ടുന്ന ഒരു പിതാവിന്റെ സന്തോഷത്തോടെ പീസ് റേഡിയോ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും പീസ് റേഡിയോയുടെ ഓരോ വളർച്ചാഘട്ടങ്ങളെയും കാണുകയും പ്രാർത്ഥിക്കുകയും പിന്തുണകൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. 13 മൊഡ്യൂളുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല സന്ദർഭങ്ങളിൽ ആവർത്തിച്ചതുപോലെ 168 വചനങ്ങൾ പഠിക്കാൻ 13 മൊഡ്യൂളുകളും 448 ക്ലാസുകളും 4840 മിനിറ്റുകളും നമ്മൾ ചെലവാക്കി. ആദ്യം മുതൽ ആരംഭിച്ച് ഇപ്പോഴും അതിൽ തുടരുന്നവരുണ്ട്. വഴിമധ്യേ മരണം തിരിച്ചു കൊണ്ടുപോയവരുണ്ട്, അബോധാവസ്ഥയിലേക്ക് മറഞ്ഞവരുണ്ട്, ഓർമ്മകൾ മാഞ്ഞുപോയവരുണ്ട്, രോഗശൈലിയിലായവരുണ്ട്, ദുന്യവിയായ കാരണങ്ങളാൽ മുടങ്ങിയവരുണ്ട്, അലസത കൊണ്ട് കൈവിട്ടു പോയവരുണ്ട്. അങ്ങനെ പലരുമുണ്ട്. എല്ലാവർക്കും ഉള്ളൊരു സന്തോഷ വാർത്ത, പുതിയ കോഴ്സ് ഓപ്ഷൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ, നടപ്പിൽ വരുത്തുമ്പോൾ പഴയ ക്ലാസ്സുകളൊക്കെ കേൾക്കാനും പരീക്ഷ എഴുതാനും കൂടിയുള്ള സംവിധാനമുണ്ട്. നേരത്തെ മെറ്റീരിയൽ വിൻഡോയിൽ ക്ലാസ് കിട്ടിയിരുന്നു, പക്ഷെ പരീക്ഷ എഴുതാൻ പറ്റിയിരുന്നില്ല. പരീക്ഷ എഴുതി നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന ഓപ്ഷനിലേക്ക് നമ്മൾ എത്തുകയാണ്. ആ ഓപ്ഷൻ പൂർത്തീകരിച്ചിട്ടില്ല, ആ ഓപ്ഷനിലേക്ക് നമ്മൾ എത്തുകയാണ്. അതോടൊപ്പം പുതിയ ക്ലാസിന്റെ കൂടെ നമുക്ക് യാത്ര ചെയ്യുകയും ചെയ്യാം. പുതിയ ക്ലാസ്സിനുള്ള റിമൈൻഡറുകൾ സെറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, അങ്ങനെ വിശദമായ രീതിയിൽ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ നമ്മൾ രൂപപ്പെടുത്തുകയാണ്. വലിയൊരു സാമ്പത്തിക ബാധ്യത ഈ വിഷയത്തിലുണ്ട്. ഈ വിഷയത്തിൽ സ്പെസിഫിക് ആയി പ്രത്യേകമായി സംഭാവനകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് ചെയ്താൽ നല്ലതാണ്. വലിയ ഒരു തുക ഇൻഷാ അല്ലാഹ് നമുക്ക് കോഴ്സ് ഓപ്ഷന്റെ പൂർത്തീകരണത്തിന് വേണ്ടി വരും. നമ്മൾ സർവീസ് മോഡലാണ് ഇത്രയും കാലം ഈ കാര്യം ചെയ്തു വന്നത്. പക്ഷെ അങ്ങനെ ചെയ്താൽ പൂർത്തീകരിക്കാൻ പറ്റുന്നതല്ല. 2-3 വർഷമായി അതിന്റെ പിന്നിൽ വർക്ക് ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം നമുക്കുള്ളത് കൊണ്ടാണ് ഞാനിത് കുടുംബാംഗങ്ങളോട് വളരെ ക്ലിയർ ആയി തുറന്നു പറയുന്നത്. ഏതായാലും അത് നമുക്ക് പൂർത്തീകരിക്കണം. പഠനത്തിന് നമ്മെ പരമാവധി പ്രാപ്തമാക്കുന്ന സാഹചര്യം ഉണ്ടാകണമെന്ന് അറിയിക്കുകയാണ്. ഈ മദ്രസയുടെ ക്ലാസുകൾ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലാസുകൾ വെക്കേഷനിൽ ഉണ്ടാകും. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം അതൊക്കെ സാക്ഷാത്കരിച്ച് കിട്ടാൻ വേണ്ടി. മഹബ്ബ എന്ന പേരിൽ വിശ്വ യൂത്ത് നടത്തുന്ന ഓഫ്ലൈൻ സെഷൻ, പ്രീമാരിറ്റൽ വർക്ക്ഷോപ്പിന്റെ ഓൺലൈൻ വേർഷൻ പീസ് റേഡിയോ ഏറ്റെടുക്കുകയാണ്. അതോടൊപ്പം പാരന്റിംഗ് സെഷനുകളിലേക്ക് നമ്മൾ പോവുകയാണ്. ടീച്ചേഴ്സിനുള്ള പ്രത്യേക കോഴ്സ് വരാനിരിക്കുന്നു. അങ്ങനെയുള്ള വ്യത്യസ്തമായ അറബി ഭാഷാ പഠനത്തിലെ കോഴ്സ് വരാനിരിക്കുന്നു. ഒരു വലിയ പഠനത്തിന്റെ ഒരു യാത്രയുടെ വഴിയിലാണ് നമ്മൾ. സമയവും സന്ദർഭവും സംഗതികളൊക്കെ ഒത്തുവരാൻ വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം എന്നീ ഒരു ഘട്ടത്തിൽ പ്രത്യേക അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ആരംഭിച്ചത് പഴയ ക്ലാസ്സുകളാണ്, 3 ക്ലാസ്സുകൾ. അത് ടെക്നിക്കലായിട്ട് ഈ പോർട്ടലൊക്കെ ഒന്ന് ഉപയോഗിച്ച് ശീലാകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നേരെ റേഡിയോ ഡൗൺലോഡ് ചെയ്യാത്ത ആളുകൾ ഡൗൺലോഡ് ചെയ്ത ആളുകൾ പ്ലേ സ്റ്റോറിൽ പോയി അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്യുക. ശേഷം നിങ്ങൾ കോഴ്സ് എന്ന വിൻഡോ പ്രസ് ചെയ്യുക. അപ്പോൾ അതിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഫീഡുകൾ പൂരിപ്പിക്കാനുണ്ട്. ഒക്കെ പൂരിപ്പിക്കുന്നത് അതിൽ വയസ്സ് ചോദിച്ചിട്ടുണ്ട്. വയസ്സ് ഏത് പ്രായക്കാരാണ് പഠിക്കണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്ന ഡാറ്റ ഒക്കെ പൂരിപ്പിക്കുക. എന്നിട്ട് അതിൽ ഓരോന്നും നോക്കി പോവുക. എങ്ങനെ ആ കോഴ്സ് യൂസ് ചെയ്യണം എന്നറിയാത്ത ആളുകൾക്ക് തീർച്ചയായും ഇപ്പോൾ നിങ്ങൾ വിൻഡോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. അതോടൊപ്പം യൂട്യൂബിൽ കാണുന്ന ആളുകൾക്ക് കമന്റ് ബോക്സിലുള്ള ആ ഒരു ലിങ്കിൽ പ്രസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മോഡൽ നിങ്ങൾക്ക് കിട്ടും. ഈ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ വീഡിയോ കിട്ടും. അത് നേരെ നോക്കി കോഴ്സ് ഓപ്ഷൻ പൂർണ്ണമായി പഠിച്ച് കുടുംബത്തെയും കുട്ടികളൊക്കെ കുട്ടികളെ ഒരേ ഫോണിൽ നിന്ന് തന്നെ ആഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഉപയോഗിച്ചു എല്ലാവരും മുന്നോട്ട് പോവുക. ഇത് സംബന്ധിച്ച് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കൃത്യമായി ഇപ്പോൾ തന്നെ ടൈപ്പ് ചെയ്ത് അറിയിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാഹ് വബഅദ്. സ്നേഹ ബഹുമാനങ്ങളുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസുകളുടെ പഠിതാക്കളെ, ശ്രോതാക്കളെ, സഹായികളെ, നമ്മൾ അന്നൂർ തഫ്സീർ ക്ലാസുകളുടെ 14ാം മൊഡ്യൂളിൻ്റെ പ്രഥമ ക്ലാസ്സിലാണുള്ളത്. സൂറത്തുൽ ബഖറയിലെ 168ാം വചനമാണ് ഇനി നമുക്ക് പഠനം തുടർത്തുവാനുള്ള മഹിത സൂക്തം. ഈ തുടക്കത്തിൽ 1-2 കാര്യങ്ങൾ ഉണർത്തി ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ആയത്തിൻ്റെ തഫ്സീറിലേക്ക് വരാം. പൂർവികർ പറയാറുണ്ട്, അള്ളാഹുവിന് 2 തരം കിതാബുകളുണ്ട്. ആ 2 കിതാബുകളിലും 2 തരത്തിൽ ആയത്തുകളുമുണ്ട്. അള്ളാഹുവിൻ്റെ ഒരു കിതാബ് മഖ്ലൂഖാണ്, സൃഷ്ടിയാണ്. അതാണ് അൽ കൗൻ, ഈ പ്രപഞ്ചം. മറ്റേ കിതാബ് അത് മുനസ്സലായ കിതാബാണ്, അവതീർണമായ കിതാബ്. അതാണ് അൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ. പ്രപഞ്ചമാകുന്ന മഖ്ലൂക്കായ കിതാബിൽ ആയത്തുകൾ മഷ്ഹൂദത്താണ്. നമുക്ക് ദൃശ്യവും
ശ്രവ്യവും പഞ്ചേന്ദ്രിയ ക്ഷമവുമായ നമ്മുടെ ബാഹ്യവും ആന്തരികവുമായ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിച്ചും അറിഞ്ഞും പഠിക്കുവാൻ ഗ്രഹിക്കുവാൻ ഉതകും വിധമുള്ള ആയത്തുകളാണ് പ്രപഞ്ചമാകുന്ന മഖ്ലൂഖായ അഥവാ സൃഷ്ടിയായ കിതാബിലെ ആയത്തുകൾ, വചനങ്ങൾ. അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. എന്നാൽ ഖുർആനാകുന്ന മുനസ്സലായ കിതാബ് അത് അള്ളാഹുവിൻ്റെ കലാമാണ്, അത് സൃഷ്ടിയല്ല. ആ കിതാബിൽ ആയത്തുകൾ കേൾക്കപ്പെടുന്നതും ചിന്ത നട്ട് ദൃഷ്ടിയെറിഞ്ഞ് ആലോചിച്ച് പഠിച്ചു മനസ്സിലാക്കുവാനുള്ള ആയത്തുകളാണ്. ആ ആയത്തുകളാണ് നമുക്ക് ഈ വിശുദ്ധ വേദത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനുള്ളതായ സൂക്തങ്ങൾ. ആദ്യം പറഞ്ഞ കിതാബിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്, പടപ്പുകളാകുന്ന മഹാദൃഷ്ടാന്തം. അതിനെക്കുറിച്ചും ചിന്തിക്കുവാൻ പഠിക്കുവാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ എന്ന് തുടങ്ങുന്ന വചനത്തിൽ ലആയാതിൻ ലിഖൗമി യഅഖിലൂൻ എന്ന ഭാഗം വിശദീകരിക്കവേ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിലും പടച്ചറബിൻ്റെ പടപ്പുകളിലും ചിന്തിക്കേണ്ടുന്നതിനെ എങ്ങനെ ചിന്തിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ പഠിച്ചു പോയിട്ടുണ്ട്. രണ്ടാമത് പറഞ്ഞ കിതാബിൽ അപ്രകാരം തന്നെ ചിന്തിക്കുവാനും പഠിച്ച് ഗ്രഹിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അഫലം യദ്ദബ്ബറുൽ ഖൗൽ കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറൂ ആയാതി തുടങ്ങി വചനങ്ങൾ ആ വിഷയത്തിൽ പലതാണ്. ഖുർആനാകുന്ന മുനസ്സലായ കിതാബിൽ ചിന്തിക്കുവാൻ, ആലോചിക്കുവാൻ, മനസ്സ് നടുവാൻ, പഠനം നിരന്തരമാക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആജ്ഞാപിക്കുകയാണ്, കൽപ്പിക്കുകയാണ്. അല്ലാഹു കൽപ്പിച്ച പ്രസ്തുത വിഷയമാണ് ഈ തുടർ ക്ലാസ്സുകളിൽ നമ്മൾ നമ്മളുടെ കഴിവിൻപടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ വചനം പാരായണം ചെയ്ത് അതിനെ പഠന വിധേയമാക്കി ആ വചനത്തിൻ്റെ ആശയം, അർത്ഥതലങ്ങൾ, ഉദ്ദേശ ലക്ഷ്യങ്ങൾ, പൊരുളുകൾ, അതിലടങ്ങിയ യുക്തികൾ, ഗുണപാഠങ്ങൾ, സന്മാർഗ സന്ദേശങ്ങൾ, മുന്നറിയിപ്പുകൾ, താക്കീതുകൾ, സുവിശേഷങ്ങൾ, സന്തോഷവാർത്തകൾ, ഇങ്ങനെ തുടങ്ങി സൂക്തങ്ങളിലെ വിഷയങ്ങളുടെ വൈവിധ്യങ്ങൾ അത് മനസ്സിലാക്കുവാനാണ് നമ്മൾ ഈ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു 14-ാം മൊഡ്യൂളിൻ്റെ തുടക്കത്തിൽ 168-ാം വചനത്തിൻ്റെ തഫ്സീർ തുടങ്ങുമ്പോൾ ഈ ഒരു കാര്യം തുടക്കത്തിൽ ഉണർത്തിയത് വിശുദ്ധ ഖുർആനിലെ ഈ വിശുദ്ധ സൂക്തങ്ങൾ പല വിഷയങ്ങളെയും വിജ്ഞാനങ്ങളെയും ഉള്ളടങ്ങിയിട്ടുള്ള അള്ളാഹുവിൻ്റെ കലാമാണ്. അതുകൊണ്ട് തന്നെ അന്വേഷിക്കുമ്പോഴെല്ലാം, ആഴത്തിൽ പരതുമ്പോഴും ചികയുമ്പോഴുമെല്ലാം വിജ്ഞാനങ്ങൾ വൈവിധ്യമാർന്നത് കണ്ടെത്താനും മനസ്സിലാക്കാനും സാധിക്കുന്നു എന്നത് ഈ ഒരു വിശുദ്ധ ഖുർആൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു തുടർ പഠനത്തിൽ അല്പം സമയമെടുത്താലും കഴിയുന്നത്ര ഈ വിശുദ്ധ വേദം വിളിച്ചോതുന്ന വിവരങ്ങളെ, വിഷയങ്ങളെ, വിജ്ഞാനങ്ങളെ മനസ്സിലാക്കാൻ, അറിയാൻ നമ്മൾ അവസരം സൃഷ്ടിക്കണം. അള്ളാഹുവിൻ്റെ കലാമിലാണ് നമ്മൾ സമയം ചെലവഴിക്കുന്നത്. ഈ സമയം നമുക്ക് പരലോകകോടതിയിൽ അനുകൂലമാകും ബിഇദ്നില്ലാ. നമ്മൾ അള്ളാഹുവിൽ ആത്മാർത്ഥതയുള്ളവരായി പഠനം തുടർത്തുകയായാൽ. അതുകൊണ്ട് തന്നെ എല്ലാവരും ആത്മാർത്ഥമാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മനം നൊന്ത് കേഴുകയും തേടുകയും ചെയ്യുക. ഈ ഒരു പഠനം ഇത് നമുക്കൊരു അനുകൂല സാക്ഷിയാകാൻ, ഈ ഒരു പഠനം നമ്മുടെ അന്തരംഗത്തെ ദീപ്തമാക്കുവാൻ, നമ്മുടെ ധിഷണയിലും ചിന്തയിലും വെളിച്ചമാകുവാൻ, നമുക്ക് മാനസിക ശാരീരിക സൗഖ്യമുണ്ടാകുവാൻ, ഇഹത്തിലും പരത്തിലും നമുക്ക് ഈ വിശുദ്ധ വേദം അനുകൂല സാക്ഷിയാകുവാൻ മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു വേദിയെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വേദിയിൽ പഠിതാക്കളായി, ശ്രോതാക്കളായി, സഹായികളായി ഒക്കെ കൈകോർക്കുന്നവർ, ചേർന്ന് നിൽക്കുന്നവർ പലരാണ്. എല്ലാവർക്കുമുള്ള പ്രതിഫലം നാഥൻ മഹത്തരമാക്കുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, നമുക്ക് പഠിക്കുവാനുള്ള വചനം പറഞ്ഞതുപോലെ 168-ാം വചനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹന്നാസു കുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ തയ്യിബൻ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താനി ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. സൂറത്തുൽ ബഖറയിലെ ഈ 168-ാം വചനം അർത്ഥമാക്കുന്നതും തേടുന്നതും എന്താണ്? പല മസ്അലകൾ പറയപ്പെട്ട ഒരു വിശുദ്ധ വചനമാണിത്. യാ അയ്യുഹന്നാസ് എന്ന വിളിയിൽ ഈ വചനം തുടങ്ങുന്നു. സൂറത്തുൽ ബഖറയിൽ നമുക്ക് ഈ ഒരു വിളിയിൽ മറ്റൊരു വചനം കടന്നുപോയിട്ടുണ്ട്. യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും എന്ന് തുടങ്ങി ഒരു മഹൽ വചനം. അവിടെ നമ്മൾ ഈ ഒരു തുടക്കം അർത്ഥമാക്കുന്നതും തേടുന്നതും പഠിച്ചു പോയതാണ്. പക്ഷേ ഇവിടെ
ചില പ്രത്യേക വിഷയങ്ങൾ നമുക്ക് ആയത്തിൽ മനസ്സിലാക്കാനുണ്ട്. ഈ ആയത്തിന് മുൻ ആയത്തുകളോടുള്ള ബന്ധം നമ്മൾ പ്രത്യേകം അറിയണം. ഈ ആയത്ത് അവതീർണമാകുവാനുള്ള അവതരണ പശ്ചാത്തലം നമ്മൾ അന്വേഷിക്കണം. അതെന്തുകൊണ്ട്? ആളുകളെ വിളിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലുള്ള അനുവദനീയവും വിശിഷ്ടവുമായ എല്ലാം ഭക്ഷിക്കുവാനുള്ള കൽപ്പനയാണിവിടെ. ഈ കൽപ്പന ഇത് ആരോടാണ്? ജനങ്ങളോടെല്ലാമാണോ? അതല്ല, യാ അയ്യുഹന്നാസ് എന്ന വിളിയിൽ പ്രത്യേകം ഒരു വിഭാഗം അഥവാ വിശ്വാസികളെ മാത്രം ഉദ്ദേശിച്ചാണോ? ജനങ്ങളെ മുഴുവൻ ഉദ്ദേശിച്ചാണ്, അതിൽ വിശ്വാസിയും അവിശ്വാസിയും ഉദ്ദേശമാണ് എന്ന് പറഞ്ഞ് ഈ ആയത്തിനെ പ്രത്യേക നിലയ്ക്ക് വ്യാഖ്യാനിച്ചവരുണ്ട്. ഈ ആയത്ത് വിശ്വാസികൾക്കിടയിൽ അവതീർണമായ ആയത്താണ്. സൂറത്തുൽ ബഖറ മദനീയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ വന്നതിന് ശേഷം മദീനയിൽ അവതീർണമായ സൂറത്താണ് സൂറത്തുൽ ബഖറ. അവിടെ അഭിസംബോധന വിശ്വാസികളോടാണ്. അതുകൊണ്ട് തന്നെ ഈ അഭിസംബോധനയിൽ വിശ്വാസികളാണ് ഉദ്ദേശം. ഹലാലൻ ത്വയ്യിബൻ, അനുവദനീയമായതും വിശുദ്ധമായതുമായ എല്ലാം ഉപയോഗിക്കുവാനും പ്രത്യേകിച്ച് ഭക്ഷിക്കുവാനുമാണ് കൽപ്പന. വിശ്വാസം ഉൾക്കൊണ്ടവർക്കല്ലേ വിശുദ്ധ ദീനിൽ കർമ്മപരമായ ശാഖാപരമായ കാര്യങ്ങളിൽ കൽപ്പനയുള്ളൂ. അതുകൊണ്ട് ഇവിടെ വിശ്വാസികൾ മാത്രമാണ് ഉദ്ദേശം എന്ന നിലക്ക് ഇതിൻ്റെ തഫ്സീർ വന്നിട്ടുണ്ട്. എന്താണ് ഇവിടെ ഈ വിളിയിൽ ഉദ്ദേശം? എന്താണ് ഈ ഹലാൽ? എന്താണ് ഈ തയ്യിബ്? കുലു എന്ന കൽപ്പന അതെന്തിനു വേണ്ടി? ഇതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാം. ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ അബുൽ ഫിദ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, ലമ്മ ബയ്യന അല്ലാഹു തആല അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, യഥാർത്ഥ ആരാധ്യൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്നത് അല്ലാഹു തആല വ്യക്തമാക്കിയപ്പോൾ, വ അന്നഹുൽ മുസ്തഖില്ലു ബിൽ ഖൽഖ്, സൃഷ്ടിപ്പിന്റെ വിഷയത്തിൽ അല്ലാഹു സ്വതന്ത്രനാണ്, അവനാണ് സൃഷ്ടാവ് എന്നതും വ്യക്തമാക്കിയപ്പോൾ, ശറഅ യുബയ്യിനു അന്നഹു റസ്സാഖു ലിജമീഇ ഖൽഖിഹി, ഈ ആയത്തിൽ മുഴു പടപ്പുകൾക്കും അവനാകുന്നു അന്നദാതാവ് എന്ന് വ്യക്തമാക്കി തുടങ്ങുകയാണ്. ഫദക്കറ ദാലിക്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസ്മരിച്ചു. ഫി മഖാമിൽ ഇംതിനാൻ, ഇംതിനാനിന്റെ മഖാമിൽ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം കനിഞ്ഞു എന്ന നിലയിൽ, അന്നഹു അബാഹ ലഹും അൻ യഅകുലു മിമ്മാ ഫിൽ അർദി ഫി ഹാലി കൗനിഹി ഹലാലൻ മിനല്ലാഹ് ത്വയ്യിബൻ ഐ മുസ്തതാബൻ ഫി നഫ്സിഹി ഗൈറ ദാറിൻ ലിൽ അബ്ദാനി വലാ ലിൽ ഉഖൂൽ. അല്ലാഹു അനുഗ്രഹം കനിഞ്ഞു എന്ന മഖാമിൽ അവൻ മുഴു പടപ്പുകൾക്കും അന്നദാതാവാണ് എന്ന് അല്ലാഹു പറഞ്ഞത് എങ്ങനെ? അല്ലാഹു അവർക്ക് ഭൂമിയിലുള്ളതെല്ലാം തിന്നുവാൻ അനുവാദം നൽകി. ഭൂമിയിലുള്ളതെല്ലാം എന്ന് പറയുമ്പോൾ ഫി ഹാലി കൗനിഹി ഹലാലൻ മിനല്ലാഹ്, അത് അല്ലാഹുവിൽ നിന്ന് ഹലാലായ നിലക്കായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അനുവദിച്ചു എന്ന നിലയിൽ. അപ്രകാരം ത്വയ്യിബൻ ഐ മുസ്തതാബൻ ഫി നഫ്സിഹി, സ്വയമേവ അത് വിശിഷ്ടവും വിശുദ്ധവുമായിരിക്കണം. ഈ തിന്നുന്നത് ഗൈറ ദാറിൻ ലിൽ അബ്ദാനി വലാ ലിൽ ഉഖൂൽ, അത് ശരീരത്തിനും ബുദ്ധിക്കും ഉപദ്രവം വരാത്ത രീതിയിൽ സ്വയമേവ വിശുദ്ധവും വിശിഷ്ടവുമായിരിക്കണം എന്നുള്ളതാണ്. വനഹാഹും അനി തിബായി ഖുത്വാത്തി ശൈത്താൻ, അള്ളാഹു മുഴുവൻ പടപ്പുകളോടും പിശാജിന്റെ കാൽപ്പാടുകൾ പിന്തുടരുന്നതിനെ വിലക്കുകയും ചെയ്തു. അപ്പോൾ സഹോദരന്മാരെ, ഈ ആയത്തിന് മുൻ ആയത്തുകളോടുള്ള ബന്ധം എന്താണ്? അതാണ് ഇമാം ഇബ്നു കസീർ ഇവിടെ പറയുന്നത്. ഈ വചനത്തിന് മുമ്പുള്ള വചനങ്ങളിൽ അള്ളാഹു മാത്രമാണ് യഥാർത്ഥ ആരാധ്യൻ, അവൻ കരുണാമയനാണ്, കരുണ കനിയുന്നവനാണ് എന്ന് പറഞ്ഞ് അവൻ്റെ ആരാധ്യതക്കും കരുണക്കും കനിവിനുമുള്ള തെളിവുകളെയാണ് നിരത്തുകയുണ്ടായത്. പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന പ്രസ്തുത തെളിവുകൾ കണ്ണിൽ തെളിയാത്ത ഒരു വിഭാഗം ആളുകൾ, കൽബിൽ വെളിച്ചം തട്ടാത്ത ഒരു വിഭാഗം ആളുകൾ ആരാധ്യന്മാരെ അള്ളാഹുവിനെ സമന്മാരാക്കി പതിതരായി ശിക്ഷാർഹരായി മാറിയ വിഷയവും ഇതിന് തൊട്ടു മുമ്പ് പറയുകയുണ്ടായി. യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു, അവൻ സൃഷ്ടാവ് എന്ന് സലക്ഷ്യം പറഞ്ഞതിന് ശേഷം അവനാണ് മുഴുവൻ പടപ്പുകൾക്കും അന്നം കനിയുന്നവൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിൽ അറിയിക്കുകയാണ്. അത് അറിയിച്ചത് എങ്ങനെയാണ്? ഹലാലായ നിലക്ക്, തയ്യിബായ നിലക്ക് ഭൂമിയിലുള്ളതെല്ലാം അവൻ നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് ഭക്ഷിക്കുവാൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനരുളിയ അനുഗ്രഹത്തെ അനുസ്മരിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ ആയത്തിൽ യാ അയ്യുഹന്നാസ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിച്ചത് സകല മനുഷ്യരെയുമാണ്. വിശ്വാസിയും അവിശ്വാസിയും ആ വിളിയിൽ ഒരുപോലെ ഉദ്ദേശമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ബഹുദൈവ വിശ്വാസികളെ അവിശ്വാസികളെ ഈ വിളിയിലൂടെ പ്രത്യേകം ലക്ഷ്യമാക്കി ഉദ്ദേശിച്ചു. അതെന്തുകൊണ്ട്? അവിശ്വാസികളും ബഹുദൈവ വിശ്വാസികളും അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചതും വിശിഷ്ടമാക്കിയതും അന്ധവിശ്വാസികളായി അനാചാരത്തിന്റെ വാക്താക്കളായി പലതും തങ്ങൾക്ക് നിഷിദ്ധമാക്കിയവരും തടഞ്ഞവരുമായിരുന്നു.
ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാ വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, നിങ്ങൾ ശൈത്താന്റെ കാലടികൾ പിന്തുടരുകയുമരുത് എന്ന ഭാഗം അനുസ്മരിച്ച് പറയുന്നത്, ജാഹിലിയത്തിൽ ബഹുദൈവ വിശ്വാസികൾ തങ്ങൾക്ക് വിലങ്ങിയ നിഷിദ്ധമാക്കിയ പല കന്നുകാലികളും മറ്റുമുണ്ടായിരുന്നു. അവ അള്ളാഹു അനുവദിച്ചതും വിശിഷ്ടവുമായിരുന്നു. പക്ഷേ പൈശാചിക പ്രേരണയാൽ, പിശാചുക്കളുടെ ദുർബോധനത്താൽ ഇതൊക്കെയും അവർ തങ്ങൾക്ക് തടയുകയും നിഷിദ്ധമാക്കുകയും ചെയ്തു. ഇബ്നു കസീർ റഹിമഹുല്ല ആ വിഷയത്തിൽ ഒരു ഹദീസ് നൽകുന്നുണ്ട്. ഇയാദ് ഇബ്നു ഹിമാർ അൽ മുജാശിഇ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിമും ഇമാം അഹ്മദും മറ്റും നിവേദനം ചെയ്യുന്ന ഒരു തിരുമൊഴിയാണ് അദ്ദേഹം അതിൽ നൽകുന്നത്. പ്രസ്തുത തിരുമൊഴി ഖുദ്സിയായ ഒരു ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിവേദനം ചെയ്യുന്ന വിശുദ്ധ വചനം. എന്താണ് അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? കുല്ലു മാലിൻ നഹൽതുഹു അബ്ദൻ ഹലാലുൻ, എൻ്റെ ദാസന് ഞാൻ കനിഞ്ഞ ദാനമായി ഏകിയ എല്ലാ സ്വത്തും അനുവദനീയമാകുന്നു. വഇന്നി ഖലഖ്തു ഇബാദി ഹുനഫാ കുല്ലഹും, എൻ്റെ അടിയാന്മാരെ എല്ലാവരെയും ഞാൻ ഹുനഫ ആയിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഹുനഫ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക പ്രകൃതിയിൽ മുസ്ലിമീങ്ങളായി. ഇവിടെ ജനിച്ചു വീഴുന്നവരെല്ലാം ആ പ്രകൃതിയിൽ, ഇസ്ലാമിക പ്രകൃതിയിൽ ജനിക്കുന്നു. അള്ളാഹു അവരെ അങ്ങനെ സൃഷ്ടിക്കുന്നു എന്നാണ് പറയുന്നത്. വ ഇന്നഹും അതത്ഹുമുശ് ശയാത്തീൻ, അവരുടെ അടുക്കൽ ഷൈത്താന്മാർ എത്തുകയും ഫഅദല്ലത്ഹും അൻ ദീനിഹിം, അവരുടെ ദീനിൽ നിന്ന് അവരെ വഴിതെറ്റിക്കുകയും ചെയ്തു. വഹറമത് അലൈഹിം മാ അഹ്ലൽതു ലഹും, ഞാൻ അവർക്ക് അനുവദനീയമാക്കിയത് ഈ ഷൈത്താന്മാർ അവർക്ക് ഹറാമാക്കി. വ അമറത്ഹും, ഷൈത്താന്മാർ ഈ മനുഷ്യരോട് കൽപ്പിച്ചു, എൻ്റെ അടിയാന്മാരോട് കൽപ്പിച്ചു, അൻ യുശ്രികൂ ബി മാലം ഉൻസിൽ ബിഹി സുൽത്താന, ഞാൻ ഒരു ന്യായവും പ്രമാണവും അവതരിപ്പിച്ചിട്ടില്ലാത്തതിനെയെല്ലാം അവർ എന്നിൽ പങ്കുചേർക്കുവാൻ. ഇബ്നു കസീർ റഹിമഹുല്ല ഈ തിരുമൊഴി നൽകിയിട്ട് ഉണർത്തുന്ന വിഷയമെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച് അനുവാദം നൽകിയതിനെ മനുഷ്യർക്ക് പിശാചുക്കൾ അനനുവദനീയവും നിഷിദ്ധവുമാക്കി നൽകി. അതിനാൽ പലരും ശൈത്താന്മാരുടെ കാൽപ്പാടുകളിൽ ചലിച്ച് അള്ളാഹു അനുവദിച്ച പലതിനെയും അന്ധവിശ്വാസികളായി തങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുന്നത്, അങ്ങനെ നിങ്ങൾ അള്ളാഹു വിധിച്ചത് നിങ്ങൾക്ക് വിലങ്ങണ്ട, അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചത് നിങ്ങൾക്ക് നിഷിദ്ധമാക്കണ്ട, ഹലാലായതും വിശിഷ്ടമായതും നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക എന്നാണ്. യാ അയ്യുഹന്നാസു കുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ തയ്യിബ, ഈ വിശുദ്ധ വചനത്തിൻ്റെ വിളിയിൽ പ്രത്യേകം ഉദ്ദേശം ബഹുദൈവ വിശ്വാസികളാണ്. എന്തിനാണ് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ച് ഇങ്ങനെ കൽപ്പിച്ചത്? അതാണ് നമ്മളിവിടെ ഒരു തിരുമൊഴിയെ സാക്ഷ്യപ്പെടുത്തി ഇബ്നു കസീർ റഹിമഹുല്ല വിവരിച്ചത് മനസ്സിലാക്കുകയുണ്ടായത്. ഇസ്ലാമിൻ്റെ ആവിർഭാവകാലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിയുക്തമായ അവിടുത്തെ പ്രബോധന കാലഘട്ടം, അത് വിശുദ്ധ മക്കയിലെ പ്രബോധന നാളുകളാവട്ടെ, പലായന ശേഷം വിശുദ്ധ മദീനയിലെ പ്രബോധന നാളുകളാകട്ടെ, ബഹുദൈവ വിശ്വാസികളായവർ തങ്ങൾക്ക് പലതും അന്ധവിശ്വാസികളായി തടഞ്ഞിരുന്നു, വിലങ്ങിയിരുന്നു. വലാ തഖൂലൂ ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ ഹാദാ ഹലാലുൻ വഹാദാ ഹറാം ലിതഫ്തറൂ അലല്ലാഹിൽ കദിബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, നിങ്ങളുടെ നാവുകൾ വർണ്ണിച്ചു തരുന്നതിനനുസരിച്ച് നിങ്ങൾ വ്യാജം പറയല്ലേ. ഹാദാ ഹലാൽ വഹാദാ ഹറാം, ഇത് ഹലാലാണ് ഇത് ഹറാമാണ് എന്നിങ്ങനെ. ലിതഫ്തറൂ അലല്ലാഹിൽ കദിബ്, അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ കളവ് കറ്റികെട്ടി പറയാൻ വേണ്ടി എന്ന്. ഈ ആയത്തിൻ്റെ ഉദ്ദേശം, അംർ ഇബ്നു ലുഹൈ അൽ ഖുസാഇ എന്ന ദുഷ്ടൻ ജാഹിലിയത്തിൽ അറബികൾക്ക് നിഷിദ്ധമാക്കി കൊടുത്ത, വിലക്കിയ പലതുമുണ്ടായിരുന്നു. അത് പ്രത്യേകം ഇവിടെ ഉദ്ദേശമാണ്. നമ്മളിവിടെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തീയിൽ അംർ ഇബ്നു ലുഹൈ ഇബ്നു ഖമിഅ അൽ ഖിന്ദഫ് എന്ന വ്യക്തിയെക്കുറിച്ച് പറഞ്ഞത് പരാമർശിക്കുകയുണ്ടായിട്ടുണ്ട്. ഈ അംർ ഇബ്നു ലുഹൈ ഇബ്നു ഖമിഅ ഇബ്നു ഖിന്ദിഫ് എന്ന് പറയുന്ന ദുഷ്ടൻ ഖുസാ ഗോത്രത്തിലെ മെമ്പർ, അറേബ്യയിൽ അറബികളുടെ നേതാവായി വാഴ്ത്തപ്പെട്ട, വിശിഷ്യ വിശുദ്ധ മക്കയിൽ ഒരു കാലമുണ്ടായിരുന്നു ഇസ്ലാമിന് മുമ്പ്. ഇയാളെ നരകത്തീയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുകയുണ്ടായിട്ടുണ്ട്. യജുറു ഖുസ്ബഹു ഫിന്നാർ, തൻ്റെ കുടൽമാലകൾ നരകത്തിൽ വലിച്ചു നടക്കുന്ന ദുരവസ്ഥ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെക്കുറിച്ച് പറയുകയുണ്ടായത്. ഇന്നഹു കാന അവ്വല മൻ ഗയ്യറ ദീന ഇസ്മായിൽ, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദീനിനെ ആദ്യമായി മാറ്റം വരുത്തിയ വ്യക്തിയാണ് ഈ അംർ ഇബ്നു ലുഹൈ. ഫനസബൽ ഔസാൻ, അയാളാണ് ബിംബങ്ങൾ, വസനുകൾ പ്രതിഷ്ഠിച്ചത്.
وبحر البحيرة وسيب السائبة ووصل الوصيلة وحمى الحامي البحيرة الصائبة الوصീല الحامي. ഇതൊക്കെ വിവിധ വിശേഷണങ്ങളുള്ള നേർച്ച മൃഗങ്ങളാണ്. വിഗ്രഹങ്ങൾക്കും മറ്റും നേർച്ച നേർന്നിട്ടിരുന്ന മുശ്രിക്കുകളുടെ നേർച്ച മൃഗങ്ങൾ ഇതൊക്കെ സ്ഥാപിച്ചു കൊടുത്തത് ഈ അംർ ഇബ്നു ലുഹൈ അൽ ഖുസാഇയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ ബഹീറത്ത്, വസീലത്ത്, സായിബത്ത്, ഹാമി പേരുകളിൽ കുറേ നിഷിദ്ധമായ മൃഗങ്ങൾ, ബാക്കി കുറേ അനുവദനീയമായ മൃഗങ്ങൾ, ഇങ്ങനെയൊന്നും ആളുകൾക്ക് വകവെച്ച് നൽകുകയോ വിധിക്കുകയോ ചെയ്തിരുന്നില്ല. പക്ഷേ ഈ ദുഷ്ടൻ പറഞ്ഞതനുസരിച്ച് ഇത്തരം മൃഗങ്ങളെയൊക്കെ നിഷിദ്ധമാക്കി തങ്ങൾക്ക് വിലങ്ങി. അത് ഭക്ഷിക്കുന്ന വിഷയത്തിൽ, സവാരി ചെയ്യുന്ന വിഷയത്തിൽ, അതിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും മറ്റു ഉപയോഗങ്ങളുമൊക്കെ എടുക്കുന്ന വിഷയത്തിൽ ഖുറൈശികൾ ഉൾപ്പെടെ അറേബ്യൻ ഉപദ്വീപിലെ അവിശ്വാസികൾ തങ്ങൾക്ക് പലതും വിലങ്ങിയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പലയിടത്ത് ഈ വിഷയം സൂചിപ്പിക്കുന്നുണ്ട്. ഖുൽ ഹലുമ്മ ശുഹദാഅകുമുല്ലദീന യശ്ഹദൂൻ അന്നല്ലാഹ ഹറമ ഹാദാ ഫഇൻ ഷഹിദു ഫലാ തശ്ഹദ് മഅഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു കൽപ്പിക്കുകയാണ് ഈ ആളുകളോട് ചോദിക്കുവാൻ, അല്ലാഹു ഈ കാര്യങ്ങളൊക്കെ നിഷിദ്ധമാക്കി എന്നതിന് സാക്ഷ്യം വഹിക്കുന്ന സാക്ഷികളെ നിങ്ങൾ കൊണ്ടുവരൂ. അവർ കള്ളസാക്ഷ്യം വഹിക്കുകയാണ് എങ്കിൽ അവരോടൊപ്പം താങ്കൾ സാക്ഷിയാകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിലക്കുന്നു. സൂറത്ത് അൻആമിൻ്റെ 150 വചനം. ഇതുപോലെ സൂറത്ത് യൂനുസിൻ്റെ 59 വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ അറഅയ്തും മാ അൻസലല്ലാഹു ലക്കും മിർ റിസ്ഖിൻ ഫജഅൽതും മിൻഹു ഹറാമൻ വഹലാല ഖുൽ അല്ലാഹു അദിന ലക്കും അം അലല്ലാഹി തഫ്തറൂൻ. ഇവിടെയും ഈ ആളുകളോട് ചോദിക്കാൻ പറയുകയാണ്, ഖുൽ എന്ത്, അറഅയ്തും മാ അൻസലല്ലാഹു ലക്കും മിർ റിസ്ഖ്, അല്ലാഹു നിങ്ങൾക്ക് ഇറക്കി തന്ന റിസ്കിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ലാഹു നിങ്ങൾക്ക് ഇറക്കി തന്ന അന്നം, ഫജഅൽതും മിൻഹു ഹറാമൻ വഹലാല, അതിൽ ചിലത് നിങ്ങൾ ഹറാമാക്കി, ചിലത് നിങ്ങൾ ഹലാലാക്കി. ഖുൽ ചോദിക്കൂ, അല്ലാഹു അദിന ലക്കും, ഇങ്ങനെ ചിലത് അനുവദനീയമാക്കാനും ചിലത് അനനുവദനീയമാക്കാനും അല്ലാഹു ആണോ നിങ്ങൾക്ക് അനുവാദവും സമ്മതവും നൽകിയത്? അം അലല്ലാഹി തഫ്തറൂൻ, അതല്ല അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ കളവ് കെട്ടി പറയുകയാണോ? അപ്പോൾ ബഹുദൈവ വിശ്വാസികൾ അന്ധവിശ്വാസത്തിൻ്റെ വാഹകരായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കനിഞ്ഞതും അനുവദിച്ചതുമായ പലതും നിഷിദ്ധമാക്കിയിരുന്നു. ആ ഒരു വിഷയമാണ് ഇവിടെ അല്ലാഹു കൈകാര്യം ചെയ്യുന്നത്. സൂറത്തുൽ അൻആമിൻ്റെ തന്നെ 140 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഖദ് ഖസിറല്ലദീന ഖതലൂ ഔലാദഹും സഫഹൻ ബിഗൈരി ഇൽമിൻ വഹറമൂ മാ റസഖഹുമുല്ലാഹു ഇഫ്തിറാഅൻ അലല്ലാഹ് ഖദ് ളല്ലൂ വമാ കാനൂ മുഹ്തദീൻ എന്ന്. ഇവിടെ ഖദ് ഖസിറല്ലദീന ഖതലൂ ഔലാദഹും സഫഹൻ ബിഗൈരി ഇൽം, ഭോഷ്കന്മാരായി യാതൊരു വിവരവുമില്ലാതെ തങ്ങളുടെ മക്കളെ കൊന്നവർ, അപ്രകാരം അള്ളാഹുവിൻ്റെ മേൽ വ്യാജം ചമച്ച് അള്ളാഹു നൽകിയ അന്നം നിഷിദ്ധമാക്കിയവർ, ഈ ഇരുകൂട്ടരും ഖദ് ഖസിർ തീർച്ചയായും നഷ്ടം ഭവിച്ചവരാകുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഖദ് ളല്ലു തീർച്ചയായും അവർ വഴികേടിലായിരിക്കുന്നു, വമാ കാനൂ മുഹ്തദീൻ അവർ സന്മാർഗികളെ ആയിരുന്നില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. സൂറത്ത് അൻആമിൻ്റെ 139 വഖാലു മാ ഫീ ബുതൂനി ഹാദിഹിൽ അൻആമി ഖാലിസത്തുൻ ലിദുകൂരിന വമുഹറമുൻ അലാ അസ്വാജിന, അവർ പറയുകയാണ്, ഞങ്ങളുടെ കാലികളുടെ വയറ്റിലുള്ള ഗർഭത്തിലിരിക്കുന്ന കിടാങ്ങൾ ഞങ്ങളിലെ പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ്, അത് ഞങ്ങളുടെ ഭാര്യമാർക്ക് നിഷിദ്ധമാണ്. ഇതിന് തൊട്ടുമുമ്പുള്ള വചനം സൂറത്ത് അൻആമിൽ തന്നെ 138 വചനം, വഖാലു ഹാദിഹി അൻആമു വഹർസുൻ ഹിജ്റുൻ ലാ യത്അമുഹാ ഇല്ലാ മൻ നശാഉ ബിസഅമിഹിം, അവർ പറയുകയാണ് ഈ കാലികൾ അതേപോലെ ഈ കൃഷികൾ അത് നിഷിദ്ധമാകുന്നു, ലാ യത്അമുഹാ ഇല്ലാ മൻ നശാ, ഞങ്ങൾ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ അവ ഭക്ഷിക്കാവൂ, ബിസഅമിഹിം ഇത് അവരുടെ ജൽപ്പനം മാത്രമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിൽ ഇനിയും ഇതുപോലത്തെ ആയത്തുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നിയുക്തമാകുമ്പോൾ അക്കാലഘട്ടത്തിലെ അവിശ്വാസികളും ബഹുദൈവ വിശ്വാസികളും അജ്ഞതയിൽ ജാഹിലിയത്തിൽ ഉഴലുന്ന ജനവിഭാഗങ്ങളും പല കാലികളെയും കാർഷിക ഉൽപ്പന്നങ്ങളെയും മറ്റുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഉപജീവനങ്ങളെ അന്ധവിശ്വാസികളായി അന്യാചാരക്കാരായി തങ്ങൾക്ക് വിലങ്ങിയിരുന്നു, ഹറാമായി പ്രഖ്യാപിച്ചിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല
അവരെയാണ് ഈ വചനത്തിൽ കൈകാര്യം ചെയ്യുന്നത്. ഈ വചനത്തിൻ്റെ കുലു, നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക എന്നുള്ള കൽപ്പന, യാ അയ്യുഹന്നാസു കുലൂ മിമ്മാ ഫിൽ അർദ് എന്നതിൽ ഈ കൽപ്പന അത് നിർബന്ധത്തിൻ്റെ സ്വരത്തിലോ അനുവദനീയം എന്ന സ്വരത്തിലോ മാത്രം വായിക്കാവതല്ല. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഇതിൽ ഒരു തൗബീഖിൻ്റെ സ്വരമുണ്ട്. തൗബീഖ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപിക്കുകയാണ്, കുറ്റപ്പെടുത്തുകയാണ്. നോക്കൂ നിങ്ങൾ, ഈ വചനങ്ങളിലൊക്കെ നമ്മൾ കേട്ട ഈ ആളുകളുടെ ഭോഷ്കത്തരം, വിവരക്കേട് സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചാദരിച്ച് അനുവദനീയമാക്കി നൽകിയതൊക്കെ തങ്ങൾക്ക് തന്നെയും മറ്റു പലർക്കും നിഷിദ്ധമാക്കി വർത്തിച്ച ആ ജനവിഭാഗം, അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപസ്വരത്തിലാണ് ഈ കൽപ്പന. പടച്ചവൻ അനുവദിച്ചതാണ്, വിശുദ്ധമാണ്, അനുവദനീയമാണ്, അതുകൊണ്ട് തിന്നോളിയും ഉപയോഗിച്ചോളിയും, അന്ധവിശ്വാസികളാകേണ്ട എന്ന നിലക്കുള്ള അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പനയാണിത്. തഫ്സീറുകളിൽ പലതിലും ഈ വചനം അവതീർണമായ കാരണവും അവതരണ പശ്ചാത്തലവും പറഞ്ഞിട്ടുണ്ട്. സഖീഫ്, ബനു ആമിർ ഇബ്നു സഅസ, ഖുസാ, ബനു മുദ്ലജ് തുടങ്ങിയ ഗോത്രങ്ങളുടെ വിഷയത്തിലാണ് ഈ ആയത്തിൻ്റെ അവതരണം എന്നാണ്. ഇതിൽ സഖീഫ് ഗോത്രം, ബനു ആമിർ ഇബ്നു സഅസ ഗോത്രം, ഇവരൊക്കെ അറിയപ്പെട്ട അറേബ്യൻ ഗോത്രങ്ങളായിരുന്നു. അറേബ്യൻ ഉപദ്വീപിൽ ഹവാസിൻ ഗോത്രത്തിൻ്റെ ഉപഗോത്രങ്ങൾ. ഖുസാ ഗോത്രം, അവർ കഹ്താനികളാണ്, മറ്റുള്ളവർ അദ്നാനികളാണ്. ഖുസാ അടിസ്ഥാനപരമായി അവർ യമനികളാണ്. ബനു മുദ്ലജ് കിനാന ഇബ്നു ഖുസൈമ ഗോത്രത്തിൻ്റെ ഒരു ഉപഗോത്രമാണ്. മക്കയിലും പരിസരങ്ങളിലും വലിയൊരാൾക്കൂട്ടമായിരുന്നു ഈ ഗോത്രങ്ങളൊക്കെ. ഇവരിൽ പലരും ഹറമുത്തംറ വൽ അഖിത്ത് അല അൻഫുസിഹിം, കാരക്കയും പാൽക്കട്ടിയും തങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരുന്നു. അതേപോലെ ഈ ഗോത്രങ്ങൾ ഹറമു അല അൻഫുസിഹിം മിനൽ ഹർസി വൽ അൻആം, കൃഷി ഉൽപ്പന്നങ്ങളും നാൽക്കാലികളും തങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരുന്നു. ബഹിറത്ത്, സായിബത്ത്, വസീലത്ത്, ഹാമ് തുടങ്ങി പല പേരുകളിൽ അറിയപ്പെട്ടിരുന്നതായ നേർച്ചാ മൃഗങ്ങൾ, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കിയ മൃഗങ്ങൾ, അതിനൊക്കെ അവർ തങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരുന്നു. ബഹീറ എന്ന നേർച്ച മൃഗം, അതിൻ്റെ പാൽ കറക്കുമായിരുന്നില്ല, അതിൻ്റെ പാൽ വിഗ്രഹങ്ങൾക്കായി കറക്കാതെ വിട്ടിരുന്നു. സായിബത്ത്, അതിന്മേൽ ആരും സവാരി ചെയ്യുമായിരുന്നില്ല. ഇതേപോലെ തന്നെയാണ് വസീലയും ഹാമും ഒക്കെ. ഇങ്ങനെ ഭക്ഷിക്കാനോ പാൽ ഉപയോഗിക്കാനോ സവാരി ചെയ്യാനോ ഒന്നും ഉപയോഗിക്കാതെ തങ്ങൾക്ക് ഇതൊക്കെ നിഷിദ്ധമാക്കിയിട്ട് ജാഹിലിയ അറബികൾ, അവരുടെ വിഷയത്തിലാണ് ഈ ആയത്തിൻ്റെ അവതീർണത എന്നാണ് ഏറെക്കുറെ തഫ്സീറുകൾ ഉദ്ധരിച്ചിട്ടുള്ളത്. പക്ഷേ ഇസ്ലാമിൽ ഒരു പൊതു തത്വമുണ്ട്. വിശിഷ്യ വിശുദ്ധ ഖുർആൻ അവതീർണമായ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെടുത്തി അൽ ഇബ്റത്തു ബി ഉമൂമിൽ ലഫ്ദ് ലാ ബി ഖുസൂസി സബബ്. ഈ തത്വം അർത്ഥമാക്കുന്നത് അവതരണ പശ്ചാത്തലത്തിൽ അവതരിക്കുവാൻ കാരണമായ ആളുകളിൽ ആയത്തിൻ്റെ തേട്ടം പരിമിതപ്പെടില്ല. പ്രത്യുത ആയത്തിൻ്റെ വിധി പൊതുവിലായിരിക്കും. ഏതൊരു വിഭാഗത്തിൻ്റെ വിഷയത്തിൽ ആയത്തിറങ്ങിയോ ആ ആള് വിഭാഗത്തിന് മാത്രമല്ല ആയത്തിൻ്റെ വിധിയും തേട്ടവും, അത് മറ്റുള്ളവർക്ക് കൂടി ബാധകമാകുന്ന വിഷയമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ആയത്തിൻ്റെ അഭിസംബോധന യാ അയ്യുഹന്നാസ് എന്ന് മുഴുജനങ്ങളെ വിളിച്ചുകൊണ്ടാണെങ്കിലും ഈ ആയത്തിൻ്റെ വിധിയും തേട്ടവും അവിശ്വാസികൾക്കും വിശ്വാസികൾക്കും ഒരുപോലെയാണ്. യാ അയ്യുഹന്നാസ് എന്നത് വിശുദ്ധ ഖുർആനിൽ മക്കിയത്തായ സൂറത്തുകളുടെ പ്രത്യേകതയും അവയെ വിളിച്ചറിയിക്കുന്നതുമായ അഭിസംബോധനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്ക കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലായിരിക്കെ, പരിസരങ്ങളിലായിരിക്കെ അവതീർണമായ സൂറത്തുകളാണ് മക്കിയത്തായ സൂറത്തുകൾ. അത്തരം സൂറത്തുകളിലാണ് യാ അയ്യുഹന്നാസ് എന്നുള്ള അഭിസംബോധന പരക്കെയുള്ളത്. അപ്പോൾ ഉദ്ദേശം അതിൽ മുഖ്യമായും ബഹുദൈവ വിശ്വാസികളാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന കാലഘട്ടത്തിലായിരിക്കെ, മദീനയിലും പരിസരങ്ങളിലുമായിരിക്കെ അവതീർണമായ സൂറത്തുകളിലും യാ അയ്യുഹന്നാസ് എന്നുള്ള വിളി വന്നിട്ടുണ്ട്. അവിടെയും ഈ അഭിസംബോധനയിൽ പ്രധാനമായും ഉദ്ദേശം അവിശ്വാസികളും ബഹുദൈവ വിശ്വാസികളുമാണ്. സൂറത്തുൽ ബഖറയിൽ ഇതുപോലത്തെ അഭിസംബോധന വന്നു. സൂറത്തുൻ നിസ മദനിയത്തായ സൂറത്താണ്, അതിൽ ഇപ്രകാരം അഭിസംബോധന വന്നു. അതേപോലെ സൂറത്ത് ഹുജുറാത്ത് വിശുദ്ധ മദീനയിൽ അവതീർണമായ സൂറത്താണ്, അതിലും യാ അയ്യുഹന്നാസ് എന്ന വിളി വന്നു. മക്കീയത്തായ സൂറത്തുകളുടെ മാത്രം പ്രത്യേകതയാണ് യാ അയ്യുഹന്നാസ് എന്നുള്ള അഭിസംബോധന എന്നത് സൂക്ഷ്മമായ ഒരു അഭിപ്രായമല്ല. പക്ഷേ കൂടുതൽ അഭിസംബോധനയും യാ അയ്യുഹന്നാസ് എന്നതുകൊണ്ട് വന്നിട്ടുള്ളത് മക്കീയത്തായ സൂറത്തുകളിലാണ്. ഇതിവിടെ പ്രത്യേകം ഉണർത്തിയത്, ഇവിടെ യാ അയ്യുഹന്നാസ് എന്ന വിളി വിശ്വാസികളെ ഉദ്ദേശിച്ചാണ് എന്ന് പറയപ്പെടാവതല്ല. അങ്ങനെ ചിലർ പറയാൻ കാരണം കുലു മിമ്മാ ഫിൽ അർളി ഹലാലൻ തയ്യിബ, ഭൂമിയിലുള്ളതിൽ നിന്ന്
ഹലാലിനെയും തൊയ്യീബിനെയും, അല്ലെങ്കിൽ ഹലാലായ അവസ്ഥയിൽ തൊയ്യീബായ അവസ്ഥയിൽ നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക എന്നുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന കർമ്മപരമായ ഒരു വിഷയത്തിലാണല്ലോ, വിശ്വാസപരമായ ഒരു വിഷയത്തിലല്ല. അപ്പോൾ കർമ്മപരമായിട്ടുള്ള വിഷയങ്ങളുള്ള കൽപ്പന വിശ്വാസം സ്വീകരിച്ച സിദ്ധിച്ച വിശ്വാസികളാണല്ലോ ഉണ്ടാവുക. അതുകൊണ്ട് ഇവിടെ ഉദ്ദേശം യാ യുവന്നാസ് എന്നാൽ വിശ്വാസികളാണ് എന്നാണ് ചിലർ പറഞ്ഞത്. പക്ഷേ ഇവിടെ ഈ ആയത്തിൻ്റെ അഭിസംബോധനയിൽ, അതേപോലെ തന്നെ കുലു എന്ന കൽപ്പനയിൽ എന്താണ് ഉദ്ദേശം, ലക്ഷ്യം? അതാണ് നമ്മളിവിടെ വിശുദ്ധ വചനങ്ങളെ ഉദ്ധരിച്ച്, ചരിത്രത്തെ ഉദ്ധരിച്ച് പ്രാമാണികർ സൂചിപ്പിച്ചത് ഉണർത്തി പറയുകയുണ്ടായത്. യാ അയ്യുഹന്നാസു കുലു മിമ്മാ ഫിൽ അർദി ഹലാലൻ തയ്യിബ. ചില മസ്അലകൾ, അതേപോലെ എന്താണ് ഹലാൽ, എന്താണ് തയ്യിബ്, അത് തമ്മിലുള്ള വ്യത്യാസം എന്ത്, ഇതൊക്കെയും അടുത്ത എപ്പിസോഡിൽ തുടർന്ന് പഠിക്കാം ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.